അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു സിനി പോലീസ് വൺസ് അഗൈൻ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഓണം റിലീസ് ആയിട്ടുള്ള ഖലീഫ, മിയ ഖലീഫ അല്ല, രാജുവേട്ടന്റെ ഖലീഫ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റിവ്യൂ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് തുടർന്ന് കാണുക. സോ ഗൈസ്, അങ്ങനെ ഖലീഫ കണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ടു എബവ് ആവറേജ് സംടൈംസ് ഇങ്ങനെ ഫ്ലിക്ക് ഇങ്ങനെ ചെയ്യണ പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഗ്രാഫാണ് തോന്നിയത്. എനിക്ക് നല്ല ഓണപ്പടം, ഒരു ഓണത്തിന് ഒരു ഇടിപ്പടം കാണാൻ. പൊതുവെ ഇവനെന്താ മിക്കവാറും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഓണത്തിന് പൊതുവെ ബോംബ് പൊട്ടാറുണ്ട്. ആ ബോംബ് ഇവിടെ പൊട്ടിയിട്ടില്ല. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇത് പൊട്ട സിനിമ എന്നൊന്നും അല്ല, അങ്ങനെയല്ല, എൻജോയബിൾ ആണ്. പക്ഷെ മറ്റേ മാസ് എലിവേഷൻ, കൈയടിച്ച് വാർത്തുല്ലസിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കാര്യങ്ങൾ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് വർക്ക് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വർക്ക് ആയിട്ടുണ്ട്. എന്നാൽ ചിലവർക്ക് വർക്ക് ആവാത്ത പോലെ തോന്നാം. ടൈലന്റ് നല്ലതായിരുന്നു, ടൈലന്റ് അടിപൊളിയായിരുന്നു. ടൈലന്റിന് എല്ലാവരും എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന സീറ്റിലൊക്കെ ആയിരുന്നു തുള്ളണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതുമാത്രം എക്സ്പെക്ട് ചെയ്യേണ്ട, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. എന്തായാലും നല്ലതായിരുന്നു. അതിനകത്ത് പെർട്ടിക്കുലർലി ഒരു 3 ക്യാമിയോ ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം മോഹൻലാലാണ് അത് റിവീൽ ചെയ്തതാണ്. അതല്ലാതെ 2 പേരുണ്ട്. അതിൽ ഒരെണ്ണം സീൻ ലുക്കായിരുന്നു. ലുക്ക് അടിപൊളിയായിരുന്നു. നമ്മുടെ രൺബീർ അനിമലിൽ ലാസ്റ്റ് വരുന്നൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു ഇത് തോന്നി. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് തമ്മിൽ. ഈ സിനിമയിൽ എല്ലാവർക്കും നല്ല മേക്കപ്പ് കൊടുത്തെങ്കിലും പുള്ളിനെ ചെറുതായിട്ട് തേച്ചോ എന്നൊരു സംശയമുണ്ട്. സാരില്ല, അത് കുഴപ്പമില്ല. എന്തായാലും പക്ഷെ ഇതിന്റെ അകത്ത് പൃഥ്വിരാജ് ഒരു രക്ഷ ഉണ്ടായില്ല. പൃഥ്വിരാജ് പടത്തിൽ കിടു ലുക്കായിരുന്നു. അപ്പൊ ഇനി ബാക്കി ഈ സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത് വൈശാഖാണ്. വൈശാഖ് നേരത്തെ ചെയ്തേക്കണം മറ്റേ മല്ലു സിംഗ്, പുലിമുരുകൻ, മോൺസ്റ്റർ. ഈ അടുത്തിറങ്ങിയേക്കണ ഇപ്പൊ ലക്കി സിംഗ്, മോൺസ്റ്റർ, അതുപോലെ ടെർബോ, ഇക്കേന്റെ ടെർബോ ഒന്നും എനിക്ക് വർക്കായിട്ടുണ്ടായില്ല. പുള്ളിയുടെ ഒരു നല്ല സിനിമ എന്ന് പറയാൻ ലൈക്ക് വേ ബാക്ക് എനിക്ക് മല്ലു സിംഗ് ആണ് പുലിമുരുകനേക്കാളും ഇഷ്ടം കേട്ടോ. അപ്പൊ അങ്ങനെ. പിന്നെ ജിനു എബ്രഹാം ഓൾസോ പുള്ളിയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. അപ്പൊ ഗോയിങ് ഇൻ എക്സ്പെക്ടേഷൻ ആക്ച്വലി വളരെ കുറവായിരുന്നു. ബട്ട് അതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വാച്ചബിൾ ആയിട്ട് കഥയൊക്കെ പഴയ സാധനം തന്നെ. കഥയൊക്കെ വളരെ ടെംപ്ലേറ്റ്, നമ്മൾ കാലാകാലങ്ങളായിട്ട് അറിയാൻ പറ്റും ഇതെന്താണ് സംഭവിക്കാൻ പോണെന്ന്. അത്രേ ഉള്ളൂ. കഥയിലൊന്നും പുതുമയൊന്നും ഇല്ല. സെക്കൻഡ് മേക്കിങ്ങിൽ ലൈക്ക് ഒരു ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്ന് പറയില്ലേ, ഇപ്പൊ തല്ലുമാലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, മേക്കിങ്ങിലാണ് അവർ പിടിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം ആ ഒരു രീതിയിൽ വൈശാഖ് അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പഴഞ്ചൻ പരിപാടി അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. പിന്നെ ചില സാധനങ്ങൾ പുള്ളിയുടെ ഇപ്പൊ ഈ ടെർബോയിലുള്ള പോലെ കാർച്ചൈസ് ഒക്കെ ഉണ്ട്, അതൊന്നും വലിയ ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയില്ല. എന്നാലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ ആക്ച്വലി വർക്ക് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഓക്കെ, സിനിമ ഈസ് ഡെഫിനറ്റ്ലി വാച്ചബിൾ. കാര്യം ഓഡിയൻസിന്റെ റിയാക്ഷൻ കാണുന്നത് ആരും ടയേർഡായി തോന്നിയില്ല. അങ്ങനെ ബോറടിക്കാനുള്ള പടമൊന്നും ഓണപ്പടമാണിത്. പിന്നെ ബാക്കി ആക്ടേഴ്സ് ആരൊക്കെയാന്നൊക്കെ രഞ്ജി പണിക്കരുണ്ട്. രഞ്ജി പണിക്കറിൽ സത്യം പറഞ്ഞ ഈ പടത്തില് ഓക്സിജനൊക്കെ പോയി. പുള്ളി പുതിയ ഓക്സിജൻ സ്റ്റാർ ആയിരുന്നു. പക്ഷേ ഓക്സിജനൊക്കെ പോയി കഴിഞ്ഞതിനകത്ത് അയ്യോ പാവം, വയ്യ മറ്റേ കോക്കൊക്കെ പറഞ്ഞു വയ്യ, പുള്ളിക്ക് ഒട്ടും വയ്യ, ലിറ്ററലി വയ്യ ഈ പടത്തില്. ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും പുള്ളി കടപ്പായി പോകും. പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ മാളവിക ശർമ്മ. ഡയലോഗ് ഉണ്ടായോ? അല്ല, പുള്ളിക്കാരി ഇനി വല്ല മറ്റേ അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടില്ല. ഡയലോഗ് ഒന്നും ഉണ്ടായില്ല. പിന്നെ മോഹിനി ഉണ്ട്, നമ്മുടെ നായികയായിട്ട്, അമ്മയായിട്ട് പുള്ളിക്കാരി കൊള്ളായിരുന്നു. ലുക്ക് വൈസ് ഒക്കെ പുള്ളിക്കാരി അത്യാവശ്യം പ്രായം തോന്നിക്കുന്നുണ്ടായില്ല. പൃഥ്വിരാജിന്റെ ഒരു കാര്യം പറയാം. പൃഥ്വിരാജ് ആക്ച്വലി ആ മലബാർ ലുക്കിൽ ആദ്യം വന്ന സമയത്ത് പ്രായം തോന്നിച്ചായിരുന്നു. ബട്ട് ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും പുള്ളി മറ്റേ സ്മഗ്ലിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് ദുബായ് ലണ്ടനിലൊക്കെ പുള്ളി എത്തുമ്പോ ജിനു എബ്രഹാം ലണ്ടൻ ഇതൊക്കെ മിക്കപ്പോഴും പിടിക്കും. ലണ്ടൻ ബ്രിഡ്ജൊക്കെ എഴുതിയ പുള്ളിയാ. പുള്ളിക്ക് എന്തോ ലണ്ടൻ പുള്ളി പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻസിലൊക്കെ പൃഥ്വിരാജ് ഒന്നും പറയാനില്ല. പീക്ക് സ്ക്രീൻ പ്രസൻസ്, അന്യ ലുക്കായിരുന്നു. മലബാർ പരിപാടി എനിക്ക് വർക്കായില്ല കേട്ടോ, ആ സത്യം പറയാം. എനിക്ക് അത്ര ഇതായില്ല. ടൊവിനോ തല്ലുമാലയിൽ എനിക്ക് നൈസായിട്ട് തോന്നിയായിരുന്നു. പുള്ളിക്ക് ആ ഒരു ഇതായിരുന്നു. പൃഥ്വിരാജ് ലൈക്ക് കൈൻഡ് ഓഫ് ഇത്തിരി കൂടെ പ്രായം ക്ലോസപ്പ് ഒക്കെ വെക്കുമ്പോൾ തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഴയ ലുക്കുള്ള മൊഞ്ചൻ ഇപ്പൊ കുറച്ച് പ്രായമായിട്ട് അത് ഫോസ്റ്റ് ആയിട്ട് തോന്നി. ബാക്കി ആയിരുന്ന ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. സഞ്ജു ശിവറാം സഞ്ജുവിനെ സത്യം പറഞ്ഞെങ്കിൽ സിനിമ കണ്ട ചിരി വന്നു. പുള്ളി എല്ലാ സീനിലും ഇങ്ങനെ അയ്യോ എന്നുള്ള ഒരു സർപ്രൈസ്ഡ്. അപ്പൊ എല്ലാ സീനിലും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കേട്ട് അമ്പരം ഇങ്ങനെ നിൽക്കാനുള്ള ഒരു റോളായിരുന്നു പുള്ളിക്ക്. അതുകൂടാണ്ട് ഇന്ദ്രൻസ് ഉണ്ട്, ശിവജിത്ത് പത്മനാഭനുണ്ട്, പണിയിലെ മറ്റേ പോലീസുകാരൻ, പണിയിലെ പോലീസുകാരനുണ്ട്, പഴയ റെയിൻ കമ്മക്കയിലെ
മറ്റേ സാത്തൻ പുള്ളി. പിന്നെ നീൽനിതിൻ മുകേഷ്, നമ്മൾ വില്ലൻ പറഞ്ഞു, നീൽനിതിൻ മുകേഷ് ആണ് വില്ലൻ. നീൽനിതിൻ മുകേഷ് സത്യം പറഞ്ഞ വില്ലനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ആ സ്റ്റൈലുണ്ട്, പുള്ളിനെ കൊണ്ടുവന്നില്ല. പുള്ളിക്ക് ഡബിങ് 2 സെക്കൻഡ് പുറകില്ല, അല്ല ഡബിങ് 2 സെക്കൻഡ് മുന്നിലും പുള്ളിയുടെ വായനക്കം 2 സെക്കൻഡ് പുറകില്ല. അപ്പൊ OCD ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റേ 2 സെക്കൻഡ് സബ് ടൈറ്റിൽ കുത്തണ പോലെ കുത്തിയാലേ ചിലപ്പോൾ ഇത് കയറത്തുള്ളൂ ഫ്രണ്ടിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി സംസാരിക്കുമ്പോ ഇംഗ്ലീഷ് ഡയലോഗ്സ് പുള്ളിയുടെ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി സംസാരിക്കുമ്പോൾ ബാക്കി ആക്ടേഴ്സിനെ ഹിന്ദിയും പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കി ആക്ടേഴ്സിനെയാണ് പുള്ളി മലയാളം പറയുമ്പോൾ ഫോക്കസ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഷമ്മി തിലകനുണ്ട്. ഷമ്മി തിലകൻ. പിന്നെ നമ്മുടെ ടോവിനോടെ എല്ലാ സിനിമയിലും വില്ലനായിട്ട് തന്നെ പുള്ളി. അതായിരുന്നു നമ്മുടെ ടോവിനോടെ എല്ലാ സിനിമയിലും വില്ലനായിട്ട് തന്നെ. മനസ്സിലായില്ല. കൽക്കിയിലൊക്കെ വില്ലൻ അതാണ് ശിവജിത്ത്, ഞാൻ പറഞ്ഞു എന്തെങ്കിലും അവിടെ. അപ്പൊ പുള്ളിയൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഈ വില്ലന്മാരിൽ എനിക്ക് കുറച്ചും കൂടെ വർക്ക് ആയത് ഷമ്മി തിലകനാണ്. നീൽനിതിൻ മുകേഷിന് നന്നായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ജെയ്ക്സ് ബിജോ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൊടൂര വില്ലൻ അല്ലെങ്കിൽ അങ്ങനെ വില്ലൻ, ഭയങ്കര വില്ലൻ എന്നൊന്നും പറയാനില്ല. സ്റ്റൈൽ വില്ലൻ പുള്ളി, സ്റ്റൈൽ വില്ലൻ സ്വാഗ് വെച്ചിട്ട് പുള്ളി പിടിച്ചിട്ടുണ്ട്. ഏകദേശം കത്തിയൊക്കെ പോലെ അല്ലേ? കത്തിയില സെയിം സാധനം തന്നെ, സെയിം സാധനം തന്നെ. ലാസ്റ്റ് ടൈം കോമഡി ഷോ അത് വേറെ കാര്യം. അത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, കഥയൊന്നുമില്ല. പിന്നെ ജോമോണ്ടി ജോൺ ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി എനിക്ക് നൈസായിട്ട് തോന്നി. അപ്പൊ അത് കൂടാണ്ട് ഇതിനകത്ത് ഇപ്പൊ ഫൈറ്റ് കൊറിയോഗ്രഫി നല്ലായിരുന്നു. ഫൈറ്റ് കൊറിയോഗ്രഫി എവിടെയോ കണ്ടിരുന്നു, ഇത് മഴയത്തെ ഫൈറ്റ് ആണ് അടിപൊളി. ബട്ട് എനിക്ക് മഴയത്തെ ഫൈറ്റ് എനിക്കൊന്നും തോന്നിയില്ല. തുടക്കം ഉണ്ടായിരുന്ന ബ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അത്, അതിനല്ല മഴ എനിക്ക് CG ആയിട്ട് തോന്നിയ. എനിക്ക് മഴ പെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടായില്ല. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് ശരിക്കും മനസ്സിലാവണുണ്ടായിരുന്നു. എനിക്കത് ബിലീവബിൾ ആയിട്ട് തോന്നിയില്ല കേട്ടാ. പക്ഷെ ബാക്കി ഇത് സെക്കൻഡ് ഹാഫിൽ ഇടിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഇടി. ഭായിമാരുണ്ടായിരുന്നേ, ഭായിമാര് തൂക്കി. അത് സിനിമ ആണെന്ന് മനസ്സിലാവും. ചെയ്തേക്കുന്ന യാനിക് ബെൻ, ചേതൻ ഡിസൂസ ആൻഡ് ഫീനിക്സ് പ്രഭു നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല ഡീസന്റ് വർക്ക്. ചമൻ ചാക്കോ കുറെ വർക്ക് കിട്ടി. ഇപ്പൊ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, തുടക്കം കണ്ടപ്പോൾ ഇങ്ങനത്തെ തന്നെയായിരുന്നു. ചമൻ ചാക്കോ, ജെയ്ക്സ് ബിജോയ്, ജോമോണ്ടി ജോൺ ഇതിലും അങ്ങനെ തന്നെ. അപ്പൊ ചമൻ ചാക്കോ ഇതിന് കൊളാക്കിയിട്ടൊന്നുമില്ലല്ലേ? വർക്ക് ലോഡിന്റെ പ്രഷർ ഒന്നും കണ്ടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പൊ എടുത്തു പറയാൻ MR രാജാകൃഷ്ണൻ അറ്റ്മോസിലാണ് കാണുന്നെന്നുണ്ടെങ്കിൽ അത് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല ആണെങ്കിലും ഇവര് മിക്സ് ചെയ്തേക്കണാണെങ്കിലും സെറ്റ് ആയിരുന്നു. അപ്പൊ അതാണ് ഖലീഫ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡ്രാഗിങ് ആയിട്ട് തോന്നിയായിരുന്നു, മെയിൻലി ബിക്കോസ് ഈ പറയുന്ന നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് കഥ തന്നെ പിന്നെ ഇങ്ങനെ തുടങ്ങി വന്ന് ഈ പറയുന്ന മാപ്പിളപ്പാട്ടും കുറെ, മാപ്പിളപ്പാട്ടല്ല ഉദ്ദേശിച്ച നിക്കാവിന്റെ സീൻസും കുറെ 2-3 പാട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പതിയെ വന്ന് ട്രാക്കിൽ കയറി സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും പടം ഓണായി. അത് ഇപ്പൊ വില്ലന്മാരും മറ്റേ നായകനും തമ്മിലുള്ള കോൺഫ്രണ്ടേഷൻ അങ്ങനെ ഭയങ്കര സംഭവമാണോന്ന് വെച്ചാൽ അല്ല. ബട്ട് എന്തോ ഈ ഒരു സിനിമക്ക് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അത് വർക്കാവുന്നുണ്ട്. അല്ല, ഒരു സ്റ്റൈൽ ഉണ്ട്, അത് വർക്കാവുന്നുണ്ട്. രീതി കുറച്ച് നന്നായിട്ട് വന്നേക്കണോണ്ട് കുഴപ്പമില്ല. ഈ പറയുന്ന ടൈലന്റ് ക്യാമിയോസ് വരുമ്പോഴേക്കും നന്നായിട്ട് തോന്നിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മിക്സ് ബാഗ് നമുക്കിപ്പോ അങ്ങനെ ഒരു അടിപൊളി സിനിമ എന്നും പറയാൻ പറ്റില്ല, എന്നാ ഒരു മോശം സിനിമ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മുടെ ഖലീഫയുടെ റിവ്യൂ. ലൈക്ക് നിങ്ങൾക്ക് എന്തായാലും ഓണത്തിന് കണ്ടു നോക്കാം. തിയേറ്ററിൽ എന്തായാലും പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അന്ന് കണ്ട പോലെ ഐനോബി ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി മോശം. അതെ, ഈ ചാനലിൽ ഇപ്പൊ റിവ്യൂ ഇട്ടാലും സെക്കൻഡ് ഹാഫ് അടപടലോ ഇരിക്കും. ഇതിൽ അടപടലും മണി കിട്ടിപ്പോനേട്ടാ. ഭാഗ്യത്തിന് അടപടലൊന്നും ആയില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. ഇപ്പൊ റിവ്യൂ ചെറിയൊരു ആശ്വാസം, ഒരു പൊട്ടിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പണിയായി പോയനെ അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുമായിരിക്കാം ചിലവർക്ക്. ഓണത്തിന് കാണാൻ പറ്റിയ പടമാണ്. ഇനിയിപ്പോ നാളെ ബദ്ലഹേം ഇറങ്ങുന്നുണ്ട്, അതും റിവ്യൂ ഇടാം. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഈ സിനിമ എന്തായാലും ഒരു ബോംബല്ല. അപ്പൊ അതുകൊണ്ട് പോയി കാണുക. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഖലീഫയുടെ റിവ്യൂ. അപ്പൊ അടുത്ത റിവ്യൂ നാളെ വരും അടുത്ത റിവ്യൂ ആയിട്ട്. അപ്പൊ അതുവരെ ടേക്ക് കെയർ.